ഇതുപോലെ ഒരുപാട് ഫാത്തിമാരുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നോക്കുന്നത് അവിടുത്തെ താത്തമാരെ മാത്രമാണ്. ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പറയാം, നമുക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയ സമയത്താണ് എനിക്ക് അവാർഡ് കിട്ടുന്നത്. അങ്ങനെ 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നു. മലയാളികൾക്കെല്ലാം അഭിമാനമായി ഫെമിനിച്ച് ഫാത്തിമയെ മാറിയിരിക്കുന്നു. സംവിധായകൻ ഫാസിൽ മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെ ഈ ഒരു സന്തോഷത്തെ കാണുന്നു? ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ പറഞ്ഞാൽ IFFKയിൽ തുടങ്ങിയ യാത്രയാണ് ഫെമിനിച്ച് ഫാത്തിമയുടെ. അത് കഴിഞ്ഞ് IFFK കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് വന്ന് വീണ്ടും നാഷണൽ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്ത, വളരെ ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ട് ചെയ്ത സിനിമ ആദ്യ സംവിധാന രീതിയിൽ ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ, ആദ്യ സിനിമ എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു? അത് എങ്ങനെയായിരുന്നു? സമൂഹം ഏറ്റെടുത്തത് എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ ഈ പടം ഷൂട്ട് ചെയ്ത് പൊന്നാനി വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതുപോലെ ഒരുപാട് ഫാത്തിമാരുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നോക്കുന്നത് അവിടുത്തെ താത്തമാരെ മാത്രമാണ്. ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ അവരൊക്കെ പറഞ്ഞാൽ ഫാസിൽ ഇതിരിക്കുന്ന സംഭവിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങനെ അവർ പറയാറ്. അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു വിമർശനമല്ല, ഇതൊരു തിരിച്ചറിവായിട്ട് ആൾക്കാർക്ക് മാറുന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴും ഇതുപോലെ അതന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് ആദ്യത്തെ സിനിമ രൂപം കൊണ്ടതല്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്ന സമയത്ത് ഈ പെങ്ങൾ പറഞ്ഞ 2 വാക്കുകളിൽ നിന്നാണ് ഇതിൻ്റെ സിനിമ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ചുറ്റുപാടുകളുള്ള സ്ത്രീകളുടെ, അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരുപാട് കാഴ്ചകൾ, അല്ലെങ്കിൽ ഇത് മാറ്റണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് വിമർശിച്ചിട്ടുള്ളത്. മമ്മൂക്കയ്ക്കൊപ്പം ഇപ്പോൾ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു അവാർഡ്? നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പറയാം, നമുക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയ സമയത്താണ് എനിക്ക് അവാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് നാഷണൽ, അപ്പോൾ ആ സമയത്ത് എനിക്കും അവാർഡ് ഉണ്ടായിരുന്നു എന്ന് പറയാമല്ലോ. ഇനി നെക്സ്റ്റ് സിനിമ എങ്ങനെയാണ്? നെക്സ്റ്റ് സിനിമ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. എന്തായാലും ഒരിക്കൽ കൂടെ അഭിനന്ദനം അർഹിക്കുന്നു. അപ്പോൾ മലയാളികളെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്ന് ആ സമ്മാനം നേടിയെത്തിയിരിക്കുകയാണ്. അഭിമാന നിമിഷത്തിലാണ് എല്ലാവരും ഉള്ളത്. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം മാരിയ വിനോദ്, മീഡിയ 1 കൊച്ചി.